നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്ക മെഗാസ്റ്റാർ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുമായി കുറച്ച് ദിവസം അവധിയെടുത്ത് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി മമ്മൂക്ക അഭിനയിക്കാൻ ഇറങ്ങില്ല, അഭിനയിക്കാൻ പറ്റില്ല തുടങ്ങി കുറേ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വെച്ച് നിറച്ചിരുന്നു. പക്ഷേ ഈ ഒരു 4-5 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കാത്ത് നമ്മൾ ഇരിപ്പുണ്ട്. ബിലാൽ 2, കളങ്കാവൽ, അതുപോലെ തന്നെ കുറച്ച് മഹേഷ് നാരായൺ ചിത്രം, അങ്ങനെ അനവധി ചിത്രങ്ങളുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നാൽ തന്നെ അന്ന് സോഷ്യൽ മീഡിയക്ക് തീയിട്ടിട്ട് പോകാറുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പുതിയ ഫോട്ടോസൊന്നും കാണാറില്ല. പക്ഷേ കളങ്കാവൽ സിനിമയുടെ അപ്ഡേഷൻസ് എല്ലാം അവർ തന്നിരുന്നു, നമ്മൾ കണ്ടിരുന്നു. സൈനൈഡ് മോഹനായിട്ട് വരുന്നത്. ഇപ്പം ഇതിൽ ഇപ്പം മമ്മൂക്ക ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തേണോ കുറച്ച് പഴക്കമുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും റീസെൻ്റ്ലി ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ചെറിയ തിരി കൊളുത്തി ഇട്ടിട്ട് പോകാൻ എന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റ ചിത്രം മതി നമുക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തരാൻ വേണ്ടിയിട്ട്. ഒരു അപ്ഡേഷനും നമുക്ക് മറ്റേ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടോ വരുന്ന അപ്കമിങ് ഫിലിംസോ ആയിട്ടോ ഒന്നും തന്നില്ലേലും അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ചിത്രം കണ്ടപ്പോഴത്തേക്കും തന്നെ നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡായി. ഒരു മലയാളത്തിൻ സിനിമയുടെ തന്നെ ഒരു വലിയ ദീർഘകാലം മലയാള സിനിമയുടെ വിജയകാലത്തേക്ക് ഉണ്ടായിരുന്ന നടന്മാരിൽ ഒരാളാണ് മമ്മൂക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആബ്സെൻസ് ഒന്നും നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാത്ത ആൾക്കാരുമാണ്. എല്ലാ വർഷവും സിനിമകൾ വരുന്നുമുണ്ട്. കുറേ വിജയ ചിത്രങ്ങൾ ഇപ്പോഴായി. ഈ വർഷം ഉൾപ്പെടെ 3 ചിത്രം, അല്ലാതെ 2 ചിത്രവും തിയേറ്ററിൽ ഇറങ്ങിയതുമാണ്. അപ്പോൾ അദ്ദേഹം അതായത് ഈ വർഷം ഒരു 3-4 മാസത്തെ ഗ്യാപ്പിൽ വീണ്ടും പുതിയ ചിത്രങ്ങളെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. അദ്ദേഹത്തിന് ആരോഗ്യത്തിന് യാതൊരുവിധ പ്രശ്നമില്ല. മനുഷ്യരല്ലേ, സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അല്ലാതെ അദ്ദേഹം വളരെ എനർജി ആയിട്ട് കൂടി തന്നെ സിനിമയിലെത്തും. മലയാള സിനിമ ഇവരൊന്നും ഇല്ലാതെ ഫുൾഫിൽ ചെയ്ത് ഒരിക്കലും പോവാറില്ല. അങ്ങനെ സിനിമയിലേക്ക് അദ്ദേഹം തിരിച്ച് എത്തുക തന്നെ ചെയ്യും.